എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ നാളെ പ്രസിദ്ധീകരിക്കും. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തിങ്കളാഴ്ചയും അതുപോലെ തന്നെ ചൊവ്വാഴ്ചയുമായിരിക്കും അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനാൽ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ റിസൾട്ട് ഏകദേശം നാളെയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ, അതായത് ചിലപ്പോൾ ശനിയാഴ്ചയൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്ക് നാളെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നീട് ശനിയും അതുപോലെ ഞായറാഴ്ചയാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും അലോട്ട്മെൻറ്റ് വരാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്ക് ഉണ്ടാവും, കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നുള്ള ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ആ ലിങ്ക് വഴി നിങ്ങൾ ഏതൊക്കെ ലിങ്ക് വഴിയാണ് അപ്ലൈ ചെയ്തത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അടുത്ത പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കാണ്ട്, അതുപോലെ തന്നെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാണ്ട്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാണ്ട്, അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നേരെ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ പ്രൊഫൈൽ പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. പച്ച കളറിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി അതേസമയം ചുവപ്പ് കളറിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഇപ്പോൾ കിട്ടിയവരും കിട്ടാത്തവരും എന്ത് ചെയ്യണം, അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് സപ്ലിമെൻ്ററി റിസൾട്ട് എന്നുള്ള ലിങ്ക് ഇടാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോകാവുന്നതാണ്. അടുത്ത പേജിൽ വിദ്യാർത്ഥികൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, അതായത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്നും കാണാൻ പറ്റും. ഇനി അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ഇൻ ദിസ് ടൈം എന്നാണ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ റിന്യൂ ആപ്ലിക്കേഷൻ ഫോർ സെക്കൻഡ് സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതായത് സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് വേണ്ടി നിങ്ങൾ പുതിയ ഓപ്ഷനുകൾ വേക്കൻസി അനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് അപ്ഡേറ്റ് ചെയ്യണം. അതായത് ഓപ്ഷൻസ് പുതുതായിട്ട് വീണ്ടും ഓപ്ഷൻസ് നൽകണം. കാരണം ഇപ്പോൾ നൽകിയ ഓപ്ഷൻസ് ഈ ഒരു സപ്ലിമെൻ്ററിക്ക് പരിഗണിക്കില്ല. അതുകൊണ്ടാണ്, അതായത് അടുത്ത സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് പരിഗണിക്കില്ല. അതിനാൽ തന്നെ പുതുതായിട്ട് ഓപ്ഷൻസ് നൽകേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് അവിടെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ ലിങ്ക് ഉണ്ടാകും. അപ്പോൾ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അവിടെ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് ലിങ്ക് ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതായത് നിങ്ങളുടെ റാങ്ക് എത്രയാണ്, ഓരോ സ്കൂളും ബാലൻസ് ആയിട്ടുള്ള ഓപ്ഷനുകളുടെ റാങ്ക് എത്രയാണ്, അതുപോലെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്കാണെങ്കിൽ ആ ഒരു നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ സ്കൂളിലെയും നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റ് റാങ്ക് എത്രയാണ്, നിങ്ങളുടെ റാങ്ക് എത്രയാണ്, അടുത്ത അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ നൽകിയ ആ ഒരു സ്കൂൾ കിട്ടാൻ സാധ്യതയുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇതിനുശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയുള്ള സ്കൂളുകളിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കണം. പ്രിൻ്റ് എടുത്ത ശേഷം തിങ്കൾ ചൊവ്വ ദിവസങ്ങളായിട്ടാണ് അഡ്മിഷൻ. തിങ്കൾ ചൊവ്വ എന്ന് പറയുമ്പോൾ ഇന്ന് ഏകദേശം ജൂലൈ 16 തീയതിയാണ്. അപ്പോൾ ജൂലൈ 16 എന്ന് അപ്പോൾ ഏകദേശം ഒരു ജൂലൈ 20-21 തീയതികളായിട്ടായിരിക്കും നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ടുള്ള ഡേറ്റ് ഉണ്ടാവുക എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ അഡ്മിഷൻ ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഇന്നോ അല്ലെങ്കിൽ നാളെയൊക്കെ റിസൾട്ട് വരികയാണെങ്കിൽ ആ ഒരു രീതിയിലാണ് അതിൻ്റെ അഡ്മിഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള റിസൾട്ട് വന്ന ഉടനെ തന്നെ നിങ്ങളെ അറിയിക്കും. അപ്പോൾ അതിനാൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് വെബ്സൈറ്റ് ഒന്ന് നോക്കുക. കാരണം റിസൾട്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു നിശ്ചിത ഡേറ്റ് പറയാതിരിക്കാൻ കാരണം ചില വിദ്യാർത്ഥികൾ ആ ഒരു ഡേറ്റ് പറഞ്ഞാൽ ആ ഒരു ദിവസം അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നാളെയോടെ റിസൾട്ട് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നാളെ അല്ലാതെ മറ്റന്നാളൊക്കെ വരാനും സാധ്യതയുണ്ട്. കാരണം തിങ്കൾ ചൊവ്വ ദിവസങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് അതിന് കണക്കായിട്ടായിരിക്കും റിസൾട്ടും വരുന്നത്. അപ്പോൾ ഇതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയതിൻ്റെ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ, അതുപോലെ തന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൻ്റെ അല്ലെങ്കിൽ CBSE ICSE ആണെങ്കിൽ അതിനനുസരിച്ചുള്ള അതിൻ്റെ റിസൾട്ടിൻ്റെ കോപ്പി, ഒറിജിനൽ കിട്ടിയവർ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, ഒറിജിനൽ കിട്ടാതെ റിസൾട്ടിൻ്റെ കോപ്പി, അടുത്ത് നിങ്ങളുടെ TC, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി, റേഷൻ കാർഡിൻ്റെ കോപ്പി, അതുപോലെ നിങ്ങൾ ബോണസ് പോയിന്റ്, അതായത് NCC SPC സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ലിറ്റിൽ കൈറ്റ്സ് എ ഗ്രേഡ് അങ്ങനെ വല്ല സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു
സർട്ടിഫിക്കറ്റുകൾ, അതുപോലെ LSS, USS, NMMS, NTSC എന്നിങ്ങനെ വിവിധ തരത്തിൽ, അതുപോലെ ക്ലബ് സർട്ടിഫിക്കറ്റുകൾ, അതുപോലെയുള്ള വിവിധ തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് അപേക്ഷയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡോക്യുമെൻറ്റുകൾ, അതുപോലെ തന്നെ EWS സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ EWS സർട്ടിഫിക്കറ്റിൻ്റെ ആ ഒരു കോപ്പി, അതായത് EWS സർട്ടിഫിക്കറ്റ്. അങ്ങനെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്, അതുപോലെ അലോട്ട്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ള എത്രയാണോ ഫീസ് പറഞ്ഞത് ആ ഒരു ഫീസ് എന്നിവ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളുകളിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. ഇതിനുശേഷം ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാകും. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് സ്കൂൾ കോഴ്സ് മാറേണ്ടവർക്ക് അഡ്മിഷൻ നേടിയ ശേഷം സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് സ്കൂളോ കോഴ്സോ മാറാൻ പറ്റുന്നതാണ്. അതിനുശേഷമായിരിക്കും സെക്കൻഡ് സപ്ലിമെൻ്ററി ഉണ്ടാവുക. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ഇതുവരെ ഈ ഒരു ഫസ്റ്റ് സപ്ലിമെൻ്ററിയിലും കിട്ടാത്തവർ സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് അപേക്ഷിക്കുക. അപ്പോൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അതിൽ പുതുതായിട്ട് നിങ്ങൾ വേക്കൻസി നോക്കിയിട്ട് ഓപ്ഷൻ കൊടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അഡ്മിഷൻ കിട്ടുമെന്ന് നോക്കാവുന്നതാണ്. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിലവിൽ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ, അതായത് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നോക്കിയിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുന്നവരാണെങ്കിൽ പോയിട്ട് അഡ്മിഷൻ നേടാം. പിന്നീട് സ്കൂൾ കോഴ്സ് മാറേണ്ടവർ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വഴി സ്കൂളോ കോഴ്സോ മാറാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.